കഴിഞ്ഞ ദിവസം ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രോബ്ലംസ് ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു. ആ എക്സസൈസിൽ കുറച്ച് പ്രോബ്ലംസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആ പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോളൂ കേട്ടോ. ആദ്യത്തെ പ്രോബ്ലം എനിക്ക് തോന്നുന്നു ഇതായിരുന്നു എന്ന്. പ്രൂവ് ദാറ്റ് കോട്ട് 4x ഇൻറ്റു സൈൻ 5x പ്ലസ് സൈൻ 3x ഈക്വൽ ടു കോട്ട് എക്സ് ഇൻറ്റു സൈൻ 5x മൈനസ് സൈൻ 3x. നമ്മൾ ആസ് യൂഷ്വൽ LHS എടുക്കുന്നു. കോട്ട് 4x ഇൻറ്റു സൈൻ 5x പ്ലസ് സൈൻ 3x. ഇവിടെ നമുക്കറിയാം സൈൻ 5x പ്ലസ് സൈൻ 3x. ഇവിടെ നമ്മൾ സൈൻ എക്സ് പ്ലസ് സൈൻ വൈയുടെ ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് ഓർമ്മ വേണം. അത്രയും പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ സൈനിൻ്റെ സമ്മായിട്ട് വരുമ്പോൾ ആ പാറ്റേണിൽ സൈൻ കോസ് ആണ് വരിക. അതാണ് നമ്മുടെ മെമ്മറിയിൽ നിൽക്കേണ്ട കാര്യം. സൈൻ കോസ്, സൈനും കോസും വരും. അതായത് സൈൻ്റെ സമ്മാണെങ്കിൽ ആദ്യം സൈൻ പിന്നെ കോസ്, സൈൻ്റെ ഡിഫറൻസ് ആണെങ്കിൽ ആദ്യം കോസ് പിന്നെ സൈൻ. കോസിൻ്റെ ആണെങ്കിൽ രണ്ടും കോസ് ആയിരിക്കും, കോസിൻ്റെ ഡിഫറൻസ് ആണെങ്കിൽ രണ്ടും സൈൻ ആയിരിക്കും. ഇങ്ങനെ ഒരു ലോജിക്ക് വെച്ചിട്ട് അത് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഇവിടെ സൈൻ്റെ സമ്മാണ്, സോ ഫസ്റ്റ് സൈനും സെക്കൻഡായിട്ട് കോസും വരും. അപ്പോൾ നമുക്ക് സൈൻ 5x പ്ലസ് സൈൻ 3x എന്നുള്ളതിനെ എങ്ങനെ മാറ്റുക? അടുത്ത സ്റ്റെപ്പിൽ നമുക്കത് മാറ്റാം. നോക്കിക്കോളൂ. കോട്ട് 4x അങ്ങനെ തന്നെ എഴുതി. ഈ ഫോർമുല എന്താണ്? 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ്. ആദ്യം സൈൻ പിന്നെ കോസ് എന്നല്ലേ പറഞ്ഞത്? എക്സ് മൈനസ് വൈ ബൈ 2. ഞാൻ ഫോർമുല എഴുതുന്നില്ല. നിങ്ങൾ ഇത്തരം പ്രോബ്ലംസ് വരുമ്പോൾ അഥവാ പ്രോബ്ലം ചെയ്തെത്താൻ പറ്റിയില്ല, ഇടയ്ക്ക് എന്തെങ്കിലും മിസ്സിങ് വരും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഫോർമുല അങ്ങോട്ട് എഴുതി വെച്ചോളാം. ഫോർമുല എനിക്ക് തോന്നുന്നു ലോഗരിതം ടേബിളിൽ ഉണ്ടാണ്, ക്ലാർക്സ് ടേബിളിൽ ഉണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്യാണ്. 5 3 8, 8/2 4. സിംപ്ലിഫൈ ചെയ്തു. 2 സൈൻ 4x. ഇവിടെ 5 മൈനസ് 3 എക്സ് അവിടെ നിൽക്കട്ടെ. 5x മൈനസ് 3x പറയുമ്പോൾ 5 മൈനസ് 3 2, 2/2 അത് കട്ട് ചെയ്ത് പോകും. അപ്പോൾ എക്സ് മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. ഈ കോട്ട് 4xനെ കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണല്ലോ. അപ്പോൾ കോട്ട് 4xനെ നമുക്ക് കോസ് 4x ബൈ സൈൻ 4x എന്ന് എഴുതാം. ബ്രാക്കറ്റിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 സൈൻ, ഇത് നേരത്തെ പറഞ്ഞ 4x, ഇത് നേരത്തെ സിംപ്ലിഫൈ ചെയ്ത് എക്സ് കോസ് എക്സ്. അപ്പോൾ ഡിനോമിനേറ്ററിലൊരു സൈൻ ഉണ്ട്, ന്യൂമറേറ്ററിലൊരു സൈൻ ഉണ്ട്. രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്തൊക്കെ വരും? 2 കോസ് 4x കോസ് എക്സ്. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാൻ ഞാൻ LHS മാത്രമാണ് ഇപ്പോൾ എടുത്തത്. നൗ ഇതേപോലെ RHS എടുക്കുന്നു. കോട്ട് എക്സ് ഇൻറ്റു സൈൻ 5x മൈനസ് സൈൻ 3x. സിമിലർലി സെയിം ഫോമിൽ ഇവിടെ പ്ലസിന് പകരം ഇവിടെ മൈനസ് എന്നേ ഉള്ളൂ. അപ്പോൾ മൈനസ് വരുമ്പോൾ ആദ്യം കോസ് പിന്നെ സൈൻ. ഫോമുല തിരിച്ചാലും വലിയ പ്രശ്നമില്ല. ഓക്കെ, 2 കോസ്. ഈ കേസിലല്ല, ചില കേസുകളിൽ നമുക്ക് എക്സും വൈയും മാത്രമാണെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാം. അതിൽ 2 കോസ് 5x പ്ലസ് 3x ബൈ 2 ഇൻറ്റു സൈൻ 5x മൈനസ് 3x ബൈ 2. ആദ്യം കോസ് പിന്നെ സൈൻ. ഓക്കെ, അപ്പോൾ സൈൻ്റെ സമ്മും സൈൻ്റെ ഡിഫറൻസും ആണ് ഇവിടെ രണ്ട് കേസിലും വന്നിരിക്കുന്നത്. നേരത്തെ പോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം കോസ് ആണ് വന്നത് 4x, ഇവിടെ സൈനാണ് വന്നത് sin x. ഇനി കോട്ടിന് പകരം കോസ് ബൈ സൈൻ. സൈനും വെട്ടിക്കളഞ്ഞ് നമുക്ക് ആൻസർ 2 കോസ് 4x കോസ് എക്സ്. 2 1ഉം 2ഉം കൂടി കമ്പയർ ചെയ്ത് നോക്കും. ഇക്വേഷൻ 1 ഇക്വേഷൻ 1 2 രണ്ടും സെയിം അല്ലേ? RHS സെയിം ആണ്. ഞാൻ LHS ചെയ്തു, RHSും ചെയ്തു, രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടി. അതിൻ്റെ അർത്ഥം LHS ഈക്വൽ ടു RHS. ഈ ഉത്തരവും സിംപ്ലിഫൈ ചെയ്തപ്പോൾ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് 2 ഫോമുലകളും കൂടിയാണ് ഫെമിലിയറൈസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഫോമുല മറക്കരുത്. ഈ ഫോമുല, അതുപോലെ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ, അങ്ങനെ 4 എണ്ണം. ഇതിൽ 4 എണ്ണം. ഇതിൻ്റെ തന്നെ ഒരു ചെറിയൊരു ഈ ഫോമുല ഡിറൈവ് ചെയ്ത 2 ഫോമുലകളുണ്ട്. അതും ഓർത്ത് വയ്ക്കുക. അതായത് 2 സൈൻ എ സൈൻ ബി, 2 കോസ് എ സൈൻ ബി, 2 കോസ് എ കോസ് ബി, 2 -2 സൈൻ എ സൈൻ ബി. പ്രൊഡക്റ്റുകൾ സമ്മിൻ്റെ, അതായത് സം ആംഗിൾസിൻ്റെ സമ്മായിട്ടും ഡിഫറൻസ് ആയിട്ടും എക്സ്പ്രസ് ചെയ്ത ആ 4 ഫോമുലകൾ. അങ്ങനെ 12 ഫോമുലകളാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്, ബേസിക്കായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം ഓക്കെയാണ്. സെക്കൻഡ് പ്രോബ്ലം ശ്രദ്ധിച്ചോളൂ. ഇത് കുറച്ച് ഒത്തിരി ഒരു ടിഡിയസ് ആണ്. പരീക്ഷയ്ക്കൊന്നും ഇത് ചോദിക്കാൻ സാധ്യത ഇല്ല. എന്നാലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഫോമുലാസ് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ യൂസ് ചെയ്ത് ഓർമ്മ വരാൻ വേണ്ടിയിട്ട്, നമ്മളിങ്ങനെ ചെയ്തു പോകുമ്പോഴാണല്ലോ നമ്മുടെ മെമ്മറിയിൽ അത് ക്യാച്ച് ചെയ്ത് അവിടെ നിൽക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് നോക്കാം. എക്സാമിനേഷന് നോട്ട് ഷുവർ ഇത്തരം ടഫായിട്ടുള്ളൊരു പ്രോബ്ലം വരും എന്ന് തോന്നണില്ല.
ഈ ഒരു ലെവലിൽ സാധാരണ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ ടാൻ 4x എടുക്കുകയാണ്. ടാൻ 4xന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ടാൻ 4x ആണ് നേരിട്ട് നമുക്ക് ഫോർമുല ഇല്ല. നമ്മൾ എവിടം വരെ എത്തിച്ചിട്ടുണ്ട്? ടാൻ 2x എടുത്തിട്ടുണ്ട്, ടാൻ 3x എടുത്തിട്ടുണ്ട്. സൈൻ 2xലും 3xലുമാണ് നമ്മൾ ഫോർമുലാസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. 4x എടുക്കുമ്പോൾ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ച ഫോർമുലകൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, ടാൻ 4xന് ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതി, കുഴപ്പമില്ലല്ലോ. 2 × 2x 4x ആണ്. എന്നിട്ട് ആ 2xന് ബ്രാക്കറ്റിലെ 2x ഞാനൊരു എ എന്ന് കൊടുക്കുകയാണ്, ടാൻ 2a. അപ്പോൾ എൻ്റെ ഈ ഒരു റിസൾട്ട് ടാൻ 2a എന്നായി മാറി. അല്ല, എ എന്ന് പറഞ്ഞാൽ 2x ആണ്. ടാൻ 2xൻ്റെ ഫോർമുല നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ x. എക്സ് അല്ല, ഇവിടെ എ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫോർമുല കൊടുത്തു. ഇനി എ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണ്? 2x ആണ്. എക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? ഞാൻ വീണ്ടും കൊടുക്കുകയാണ് 2 tan 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ 2x. നമുക്ക് 2xൻ്റെ ഫോർമുല അറിയാം. അപ്പോൾ ഇത് എഴുതി ഫലിപ്പിക്കേണ്ടതാണ് ഒരു പ്രശ്നമായിട്ട് വരാം. നോക്കിക്കോളൂ, ടാൻ 2xന് എങ്ങനെ എഴുതാം? ന്യൂമറേറ്ററിൽ ടാൻ 2x എന്നുള്ളൊരു ഫോർമുല വീണ്ടും അപ്ലൈ ചെയ്യുന്നു. 2 tan x ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ x. ഈ 2 അവിടെ തന്നെ ഉണ്ട്. ഡിനോമിനേറ്ററിൽ വീണ്ടും 1 മൈനസ് ടാൻ 2xൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ടാൻ 2xന് 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ x. ഇവിടെ പിന്നെ ഒരു സ്ക്വയർ കണ്ടുവോ? ഓൾ സ്ക്വയർ. അപ്പം ന്യൂമറേറ്റർ, ഇവിടെ ഡിനോമിനേറ്റർ എല്ലാം ബൈ ടേംസ് ആയിട്ടാണ്. ഓക്കെ, അതിന് ഒരു മിനിറ്റ്. അവിടെ തല വെട്ടിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ തൊട്ട് മുമ്പിലത്തെ സ്റ്റെപ്പിൽ പ്രസൻറ്റേഷൻ വരുന്നത് ക്ലിയർ അല്ല. ഇവിടെ ഞാനിവിടെ പറഞ്ഞു പോവാം. ഇവിടെ നോക്കൂ, 2 × 2 tan x 4 tan x ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ ഇവിടെ വരും. ഓക്കെ, ന്യൂമറേറ്ററിൽ 2 × 2 4 tan x. ഈ 2നെ നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ, ഒരു ഫ്രാക്ഷനായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അത് ന്യൂമറേറ്ററിലാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. സാധാരണ ഇൻഡിവിജ്വൽ പോലെ മുകളിലും താഴെയും ആവശ്യമില്ല. ഒരു ഫ്രാക്ഷന് ചെയ്യുമ്പോൾ മുകളിൽ മാത്രം ചെയ്താൽ മതി. 2 × 2 tan x പറയുമ്പോൾ 4 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ x. താഴെ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഒരു ഓൾ സ്ക്വയർ അല്ലേ. അപ്പം ഞാൻ 1 മൈനസ് ടാൻ സ്ക്വയർ x ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. അത് വെറും 1 മൈനസ് ടാൻ സ്ക്വയർ x അല്ല, അതിൻ്റെ ഓൾ സ്ക്വയർ ഇവിടെ ക്രോസ് ചെയ്യുന്നു. മൈനസ് 2 tan xൻ്റെ സ്ക്വയർ. 2 tan xൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 tan സ്ക്വയർ x. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വരാം. ഈ ന്യൂമറേറ്ററിൽ 4 tan x കണ്ടോ, 4 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ x നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ 1 മൈനസ് ടാൻ സ്ക്വയർ x ഹോൾ സ്ക്വയർ ക്രോസ് ചെയ്തതാണ് നമ്മൾ. മൈനസ് 4 tan സ്ക്വയർ x, അത് സ്ക്വയർ ചെയ്തത്, ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ x ഹോൾ സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. അപ്പോൾ ഇതിൽ 4 tan x ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ x അതൊരു ഫ്രാക്ഷൻ. പിന്നെ വീണ്ടും ഒരു ഫ്രാക്ഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഭിന്നസംഖ്യകൾ ഹരിക്കാൻ ഛേദം, അടിയിലുള്ളതിൻ്റെ വ്യുൽക്രമം, റെസിപ്രോക്കൽ, തല തിരിച്ചിടുക, അതുകൊണ്ട് ഗുണിക്കണം. രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക? അടിയിലുള്ളത് ഛേദത്തിൻ്റെ റെസിപ്രോക്കൽ, ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ ഇത് തലതിരിച്ചിട്ടു 1 മൈനസ് ടാൻ സ്ക്വയർ x ഹോൾ സ്ക്വയർ. ഇത് ഞാനിവിടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. എങ്ങനെ? 1 മൈനസ് ടാൻ സ്ക്വയർ x ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2ab 2 tan സ്ക്വയർ x പ്ലസ് ബി സ്ക്വയർ, ബിയുടെ സ്ക്വയർ, ടാൻ സ്ക്വയറിൻ്റെ സ്ക്വയർ, ടാൻ റേസ് ടു 4x മൈനസ് 4 tan സ്ക്വയർ x. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഇവിടെ ഒരു 1 മൈനസ് ടാൻ സ്ക്വയർ x ഒറ്റയ്ക്കും ഉണ്ട്, ഇവിടെ ആളുടെ സ്ക്വയറും ഉണ്ട്. അപ്പം നമുക്ക് ഒരെണ്ണം അങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാലോ. സ്ക്വയറിൽ നമ്മളിപ്പോൾ എ സ്ക്വയർ ബൈ എ എന്ന് പറഞ്ഞാൽ എ കട്ട് ചെയ്തിട്ട് എ എന്ന് മാത്രം എഴുതില്ല. അതുപോലെ ന്യൂമറേറ്ററിൽ ഇവിടെ 4 tan x, ഇത് ഒരെണ്ണം കട്ട് ചെയ്ത് പോയപ്പോൾ 1 മൈനസ് ടാൻ സ്ക്വയർ x. അടിയിൽ നോക്കൂ, ഇവിടെ ഒരു മൈനസ് 2 tan സ്ക്വയർ എക്സും ഇവിടെ ഒരു മൈനസ് 4 tan സ്ക്വയർ എക്സും. അപ്പോൾ രണ്ടാളെയും കൂടി കമ്പൈൻ ചെയ്തൂടെ നമുക്ക്? -2 -4
അതായത് -6 എന്ന് കിട്ടും. നോക്കിക്കോളൂ, ഫൈനൽ ആൻസർ 4 tan x. ഇത് കട്ട് ചെയ്ത് പോയി ബാക്കി ഇവിടെയുള്ള ഒരു 1 - tan square x, താഴെ ഇത് പോയിണ്ടല്ലോ 1 മൈനസ് ഇവിടെ -6 tan square x plus tan raised to 4x. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. നെക്സ്റ്റ്, ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. cos 4x ഈക്വൽ ടു 1 - 8 sin square x cos square x. cos 4x ആണ്. അപ്പോൾ tan 4x തുടങ്ങിയതുപോലെ തന്നെ നമുക്ക് cos 4x തുടങ്ങാം. cos 4x അപ്പോൾ എങ്ങനെ എഴുതാമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. 4x നമ്മൾ അവിടെ എന്താ ചെയ്തത്? 2 × 2x. cos 4xന് ഞാൻ cos 2 × 2x എന്ന് കൊടുക്കുന്നു, cos 2a എന്ന് കൊടുക്കുന്നു. അത് നമുക്കറിയാലോ. ഇനി cos 2aക്ക് ഒത്തിരി ഫോമുലകളുണ്ട്, അറിയില്ലേ? എന്തൊക്കെയാണ്? cos square a minus sin square a, 2 cos square a minus 1, 1 minus 2 sin square a, 1 plus tan square a by 1 minus tan square a. ഇതിലിപ്പോൾ ഏത് ഫോമുല എടുത്ത് കൊടുക്കും? കൺഫ്യൂഷനായി. പതുക്കെ ആലോചിക്കുക. പ്രൂവ് ദാറ്റ് ആണ്. ഇവിടെ എന്താ വന്നിരിക്കണേ? ഒരു 1 - കാണാനുണ്ടല്ലോ. അപ്പോൾ നമ്മൾ 1 - തുടങ്ങുന്ന ഫോമുല ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ഉണ്ടല്ലോ. cos square a minus sin square a ഒരെണ്ണം, അപ്പോൾ അതല്ല. 2 cos square a minus 1 അതല്ല. അടുത്തത് 1 minus 2 sin square a. അപ്പോൾ നമുക്ക് ആ ഫോമുല ഉപയോഗിച്ചൂടെ? എവിടെ 1 അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഫോമുലയിലേക്ക് എത്തിയ? ഏത് ഫോമുല എടുത്താലും ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷേ 2-3 സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം ഇതിൽ. 1 മൈനസ്, അപ്പോൾ ഞാൻ 1 മൈനസ് ഏതാ ഫോമുല? 2 sin square a. ഇനി നമ്മൾ ആസ് യൂഷ്വൽ എന്ത് ചെയ്യണം? എക്ക് തിരിച്ചു കൊടുക്കണം. 1 minus 2 a എന്ന് പറഞ്ഞാൽ എന്താ? 1 - 2 sin square a ആണ്. a എന്ന് പറഞ്ഞാൽ 2x, അതായത് sin square 2x എന്ന് വെച്ചാൽ sin 2xൻ്റെ സ്ക്വയർ. ഇനി sin 2xൻ്റെ ഫോമുല കൊടുക്കൂ. 1 minus 2 into sin 2xൻ്റെ ഫോമുല 2 sin x cos x. എല്ലാവർക്കും അറിയുന്നതാണ്. sin 2x cos 2x ഒക്കെ നമുക്ക് അറിയണം. അത് സ്ക്വയർ ചെയ്യൂ. ഇൻറ്റു അല്ലേ, സ്ക്വയർ ചെയ്താൽ മതി. ഉള്ളിൽ ബ്രാക്കറ്റിലുള്ളത് മാത്രം. 4 sin square x cos square x. അത് ഇൻറ്റു 2 ഉണ്ട്. ആൻസർ ആയല്ലോ. 1 - 8 sin square x cos square x തന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എൻ്റെ ലാസ്റ്റ് പ്രോബ്ലം cos 6x ആണ്. വീണ്ടും 6xും നമ്മൾ ഇതേ ഫോമുല തന്നെയാണ് ഉപയോഗിക്കുക. cos 2 × 3x. കൺഫ്യൂഷൻ വരും, 3 വേണോ 2 വേണോ? 2 ഉപയോഗിച്ചാൽ ഉത്തരം കിട്ടും. പക്ഷേ സിമ്പിൾ വേ 2 × 3x കൊടുക്കുന്നതായിരിക്കും. മറ്റേത് ഓൾ ക്യൂബാണ് വരിക. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് cos 2 × 3x കൊടുക്കാം. അതിന് നമ്മൾ വീണ്ടും cos 2a എന്ന് എഴുതുന്നു. നമുക്ക് അറിയുന്നതാണ്. ഈ cos 2aക്ക് നേരത്തെ കൺഫ്യൂഷൻ വീണ്ടും വന്നു. ഏത് ഫോമുല കൊടുക്കും? ഇപ്പോൾ 4 ഫോമുല ഉണ്ടല്ലോ. ഇപ്പോൾ ഏത് കൊടുക്കും? ടാൻ വേണ്ട, നമുക്ക് ക്ലിയർ ആണ്. ബാക്കി 3 ആളുണ്ട്. കോസും സൈനും ഉള്ളതുണ്ട്, സൈൻ മാത്രമുള്ളതുണ്ട്, കോസ് മാത്രമുള്ളതുണ്ട്. അവിടെ ഏത് കൊടുക്കും? ഉത്തരം നോക്കുക. ഉത്തരത്തിൽ ഫുൾ ദേ കോസാണ് കിടക്കണം. ഓക്കെ. മറ്റേത് 1 മൈനസിലാണ് തുടങ്ങിയത്. ഇവിടെയോ കംപ്ലീറ്റ് കോസും പിന്നെ ഒരു -1. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഫോമുല കൊടുക്കുന്നതായിരിക്കും ഉചിതം? 2 cos square a minus 1. ഓക്കെ. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? എക്ക് തിരിച്ചു കൊടുക്കുകയാണ് ഞാൻ. 3x എന്ന cos square 3x അല്ലെങ്കിൽ cos 3xൻ്റെ ഹോൾ സ്ക്വയർ. cos 3xൻ്റെ ഫോമുല അത്രയും ഇങ്ങോട്ട് പഠിച്ചെത്തിയിട്ടുണ്ടാവില്ല. അതും ക്ലാസ് ടേബിളിലുണ്ട്. cos 3xൻ്റെ ഫോമുല 4 cos cube x minus 3 cos x ഹോൾ സ്ക്വയർ. പുറത്തൊരു 2 ഉണ്ട്. a minus b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. ഇത് ഫോമുലയാണ്. ഡയറക്റ്റ് അപ്ലൈ ചെയ്തു. a minus b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യൂ. ഇത് a സ്ക്വയർ 16 cos ക്യൂബിൻ്റെ സ്ക്വയർ. അതായത് a raised to m all raised to m എന്ന് പറഞ്ഞാൽ നമ്മൾ പവറുകൾ തമ്മിൽ സ്ക്വയർ ചെയ്യല്ല ചെയ്യുക, ഗുണിക്കുകയാണ് ചെയ്യുക. കോസ് ക്യൂബ് ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ cos raised to 9 നല്ല ഇതുണ്ട്. മൾട്ടിപ്പിൾ ചെയ്യണം. cos raised to 6x 16 cos raised to 6x. അടുത്ത 2ab 2 × 4 8 8 × 3 24 മൈനസ് കോസ് ക്യൂബും കോസും cos raised to 4x. ലാസ്റ്റ് പ്ലസ് b സ്ക്വയർ b 3 cos x 3 cos xൻ്റെ സ്ക്വയർ 9 cos square x. അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ളത് ഇതിൻ്റെ ഓൾ സ്ക്വയർ കഴിഞ്ഞു. 2 കൊണ്ടാണ് ഇതിന് മൊത്തം മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. ആൻഡ് -1. അപ്പോൾ ഈ ഓൾ സ്ക്വയർ ആണ് നമ്മളിവിടെ എഴുതി കഴിഞ്ഞത്. ഇനി 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ഉത്തരവും എത്ര വരിക? ആൻസർ നോക്കിക്കോളൂ. 2 × 16 32 cos raised to 6x. കറക്റ്റ് അല്ലേ? 2 × 24 48 cos raised to 4x. കറക്റ്റാണ്. 2 × 9 18 cos square x. കറക്റ്റാണ്. അവസാനം ഒരു -1
ഇനി എന്തേ -1 2 കൊണ്ട് ഗുണിച്ചില്ല സംശയം ഇല്ല, സംശയത്തിൻ്റെ ആവശ്യമില്ല. 2 കൊണ്ട് ഗുണിക്കുന്നത് കോസിനെ മാത്രമാണ്, കോസ് സ്ക്വയറെ മാത്രമാണ്. ഒന്നവിടെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്, ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. ഓക്കെ, ദ ഫൈനൽ ആൻസർ ഇസ് ദിസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രിഗണോമെട്രിയുടെ 3 എന്നുള്ള എക്സസൈസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് അടുത്ത ടോപ്പിക് ഉള്ളത് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ആണ്.